ഹായ് ഓൾ, എല്ലാവർക്കും ആർജവേളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആണ്. മഞ്ഞുമ്മൽ ബോയ്സ് ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഓക്കെ, അങ്ങനെ കാത്തിരിക്കാൻ കാരണക്കാരൻ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ സുഷിൻ ശ്യാമാണ്. അദ്ദേഹമാണ് ഈ ഒരു സിനിമയും മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ ഒരു സിനിമ മലയാളം മോളിവുഡ് ഇൻഡസ്ട്രിയുടെ തന്നെ ആ ഒരു തലവര മാറ്റി എഴുതും, അത്തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും മഞ്ഞുമ്മൽ ബോയ്സ്. ആ ഒരു ഇന്റർവ്യൂയോട് കൂടി തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഒരു ഹൈപ്പ് അങ്ങ് കയറി. അപ്പൊ എന്തായിരിക്കും സംഭവം? ഒരു സർവൈവൽ ത്രില്ലർ ആണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു റൂമർ, ഈ ഒരു സിനിമയുടെ പ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു റൂമർ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ശരിയാണോ എന്ന് എന്തായാലും ഈ ഒരു ട്രെയിലർ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. എന്തായാലും നമുക്ക് ആ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുടെ ട്രെയിലർ നമുക്കൊന്ന് കണ്ടു നോക്കാം. റെഡി? ഓ, அந்த இடத்தோட உண்மையான பேர் என்ன தெரியுமா? டெவில்ஸ் கிச்சன். ഓ, ഡെവിൾസ് കിച്ചൻ. சாத்தானின் அடுக்கறை. മഞ്ഞുമല്ല ടീംസാ. എടാ നമ്മൾ ടൂർ ഫിക്സ് ആക്കണം. കൊടൈക്കനാലാണ്. കൊടൈക്കനാൽ. ജാനെമാൻ, ഫ്രം ദ ഡയറക്ടർ ഓഫ് ജാനെമാൻ. ഗുണാക്കേവ് അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറി കേട്ടോ. അതെയും താണ്ടി പുരിതമാനത്. സുഷിൻ ശ്യാം മ്യൂസിക്കൽ. நீங்க நினைக்கிற மாதிரி இடம் இல்லப்பா இது. ஆமா, ஓ. இந்த புலி குணாக்கேவில. இது குணாக்கேவா? நீங்களே கூட்டு வந்து மர்டர் செஞ்சுட்டு ஒண்ணும் தெரியாத மாதிரி போலீஸ் ஸ்டேஷன்ல வந்து கண்ணு கொடுக்குறீங்களா? சென்ட்ரல் மினிஸ்டராலே ஒன்றும் பண்ண முடியாது. based on a true story. സംഭവം അത് തന്നെ. என்ன தம்பி பண்ண முடியும்? ഇന്നാണ് ചാനലേയോ ശ്രീനാഥ് ബസ്. പറഞ്ഞ ഈ മോളിനെ കണ്ണിൽ വെളിച്ചില്ലേ? ഫ്രെയിംസ് ഒക്കെ കിടിലം കേട്ടാ. സിനിമാറ്റോഗ്രാഫി വേറെ ലെവൽ ആവാനായിട്ടുള്ള ചാൻസ്. ഫ്രെയിം ഒക്കെ ഓരോ ഫ്രെയിംസും കിടിലം. ഓ, ശ്രീനാഥ് ബാസി ആയിരിക്കും ആ ഒരു കേവില് പെട്ടുപോകുന്നത്. മഞ്ഞുമ്മൽ ബോയ്സ്. ചിദംബരം. അതെയും താണ്ടി പുനിതമാനത്. മഞ്ഞുമ്മൽ ബോയ്സ് കമ്മിങ് സൂൺ ഇൻ തിയേറ്റേഴ്സ്. ഇപ്പോഴും ഇതിന്റെ റിലീസ് ഡേറ്റ് പറഞ്ഞില്ലേ? സംഭവം ഒരു സർവൈവൽ ത്രില്ലറാണ്. ട്രെയിലർ നല്ല കിടിലമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്യാമറ വർക്ക്, ഓരോ ഫ്രെയിംസും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. ആ ഒരു കൊടൈക്കനാൽ സംഭവങ്ങളൊക്കെ ഈ ഒരു ട്രെയിലർ കണ്ടിടത്തോളം ഗംഭീരമായിട്ട് തന്നെ പകർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഗുണാക്കേവ്, ആ ഒരു കേവിന്, ആ ഒരു സ്ഥലത്തിന് ആ ഒരു പേര് വരാനായിട്ടുള്ളൊരു കാരണം കമലഹാസന്റെ ഗുണ എന്ന സിനിമ അവിടെ വെച്ച് ചിത്രീകരിച്ചതിന് ശേഷമാണ് ആ ഒരു കേവ് ഗുണ കേവ് എന്ന് അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ നിന്ന് കുറച്ച് പേര് മഞ്ഞുമ്മൽ എന്ന സ്ഥലത്ത് നിന്നും കുറച്ച് പേര് ആ ഒരു സ്ഥലം കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്ന്, ഇത് കണക്കത്തെ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം, അവരിൽ നിന്ന് ഒരാൾ അതിനകത്ത് അകപ്പെടുകയും പിന്നെ ആ ഒരു ചെറുപ്പക്കാരനെ രക്ഷിക്കാനായിട്ട് അവിടുത്തെ ഫയർഫോഴ്സ് ഒക്കെ ശ്രമിച്ചിട്ട് ഒന്നും നടക്കാതെ വരിക. ഇപ്പൊ ഈ ഒരു ട്രെയിലറിനകത്ത് പറഞ്ഞില്ലേ, മന്ത്രിക്ക് സാധിക്കാത്തത് നിങ്ങളെപ്പോലത്തെ സാധാരണക്കാർക്ക് എങ്ങനെയാണ് സാധിക്കാൻ പോകുന്നതെന്ന് ആ ഒരു ട്രെയിലറിനകത്ത് തന്നെ ചോദിക്കുന്നുണ്ട്. ഒരു മന്ത്രിയുടെ മകൻ അതിനകത്ത് പെടുകയും ആ മകനെ രക്ഷിക്കാൻ പറ്റാതാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സ്ഥിതി നിൽക്കെ ഫയർഫോഴ്സ് എന്നും ഈ ഒരു ഗുഹയ്ക്കകത്ത് വീണ ചെറുപ്പക്കാരനെ രക്ഷിക്കാനായിട്ട് മുതിരാത്തിടത്ത് ആ കൂട്ടത്തിൽ വന്ന ആ ഒരു ചെറുപ്പക്കാരന്റെ ഒരു കൂട്ടുകാരൻ ഇറങ്ങുകയും രക്ഷിക്കുകയൊക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അത് കുറെ നാള് പുറത്തറിയാതെയൊക്കെ ഇരുന്നിട്ട് അവസാനം അവരുടെ ബന്ധുവിന്റെ അടുത്തൊക്കെ ഇങ്ങനെ സൗഹൃദ സംഭാഷണത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന രീതിയിൽ അവർ പറയുമ്പോഴാണ് പിന്നീട് ഈ ഒരു സാധനം പുറം ലോകം അറിയുന്നത്. അപ്പൊ ആ ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ എന്നുള്ളൊരു റൂമർ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ഉറപ്പിച്ചു ആ ഒരു സാധനം തന്നെയാണ് ഈ ഒരു സിനിമ എന്ന്. എന്തായാലും ഒരു കിടുക്കാച്ചി സർവൈവൽ ത്രില്ലർ ലോഡിംഗ് ആണ് മക്കളെ എന്നേ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ ഒരു ട്രെയിലർ ഗംഭീരമായിട്ടുണ്ട്, നല്ല ക്വാളിറ്റി സാധനം. അത് കണക്ക് സുഷിൻ ശ്യാമിന്റെ മ്യൂസിക് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്,
അദ്ദേഹം വെറൈറ്റി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അപ്പം എന്താണ് ആ സാധനം എന്ന് അറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഈ ഒരു ട്രെയിലർ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ബ്രഹ്മയുഗത്തിന്റെ കൂടെയാണ് ഈ ഒരു സിനിമ ഇറങ്ങുന്നതെന്നൊക്കെ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴും ഈ ഒരു സിനിമയുടെ ഡേറ്റ് ഫൈനലൈസ് ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ട്രെയിലറിനകത്ത് ആ സാധനം ഇല്ല, ഡേറ്റ് ഇല്ല. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം.